യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് എന്നതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 25th ടേം, അതുപോലെ 15th ടേം അല്ലെങ്കിൽ 100th ടേം ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ nth ടേമിൻ്റെ നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്തായിരുന്നു nth ടേമിൻ്റെ ഇക്വേഷൻ? nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളിവിടെ 2 മെത്തേഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് 2 മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ നോക്കുക നിങ്ങൾ കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? നമ്മളിപ്പോൾ 25th ടേം ഏതാണെന്നൊക്കെ ചോദിച്ചില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നെങ്കിൽ ഈ 100 അതായത് 100 ഇതിലുള്ള ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ, അതുപോലെ 1000 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് എന്താണ് ഇതിൽ നമ്മൾ പറയുന്നത്. നോക്കൂ, 19, 28, 37 etc. ഇസ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ഇത് എന്താണ്? ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇവരെന്താണ് ഇവർ ചോദിക്കുന്നത് എന്താണ് 1000 ഈ സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1000 ഇതിലെ ഈ സീക്വൻസത്തെ ഒരു ടേം ആണോ, പദമാണോ എന്നാണ് ചോദിക്കുന്നത്. അതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ അറിയോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഇതിന്ന് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം അരിത്മെറ്റിക് സീക്വൻസ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി അല്ലേ. അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ലേ. ഏത് മെത്തേഡിലും ചെയ്യാം. 2 നമ്പർ എടുത്തിട്ട് മൈനസ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ആ ടേം ഉണ്ടല്ലോ. അപ്പോൾ 1000 ഇതിലത്തെ ടേം ആണോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് 1000 ആ തന്നിരിക്കുന്നതിനെ ഫസ്റ്റ് ടേമിനോട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1000 മൈനസ് 19 കിട്ടിയ ആൻസറിന് എന്താണ് നമ്മളെ കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ എന്താണ് ഈ 1000 എന്ന് പറഞ്ഞ ടേം ഈ സീക്വൻസിലുള്ളതാണ്. ഇനി അതിൻ്റെ റിമൈൻഡർ 0 അല്ലെങ്കിലോ ഇത് ടേം എന്താണ് ഈ 1000 ഇതിൽ സീക്വൻസിൽ ഇല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 1000 ഈ സീക്വൻസിലുള്ള ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 28 മൈനസ് 19 എത്രയാണ്? 9 ആണ് അല്ലേ. ഓക്കെ, ഇനി എന്താണ് 1000 മൈനസ് 19 ചെയ്യുക. ഓക്കെ, അപ്പോൾ 1000 മൈനസ് 19 ചെയ്താൽ നമുക്ക് എന്താ 981 കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 981 ഡിവൈഡഡ് ബൈ നമ്മൾ കോമൺ ഡിഫറൻസ് എന്തായിരുന്നു? 9 അല്ലേ. അപ്പോൾ 981 ഡിവൈഡഡ് ബൈ 9 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 109 കിട്ടും. അപ്പോൾ എന്താണ് നമുക്ക് റിമൈൻഡർ 0 കിട്ടിയിട്ടുണ്ട് അല്ലേ. ക്വോഷ്യൻ്റാണ് 109. അപ്പോൾ എന്താണ് ഈ 1000 എന്ന് പറഞ്ഞ ടേം എന്താണ് ഈ സീക്വൻസിൽ ഉള്ളതാണ് അല്ലേ. ഇനി എത്രാമത്തെ എന്താണ് ടേം ആണ് ഇതെന്ന് ചോദിക്കും. എന്താണ് ഈ 1000 ഈ സീക്വൻസിലെ എത്രാമത്തെ ടേം ആണെന്ന് ചോദിക്കും. ഈ സീക്വൻസിൽ ഇതാണ് സീക്വൻസിലെ ഈ ടേമിലെ സീക്വൻസിൽ ഈ സീക്വൻസിൽ എന്താ 1000 ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ 1000 എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ആൻസർ ഇല്ലേ 100 ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ 109 ആണല്ലേ. അതിനോട് ഒരു ഒന്നും കൂടി കൂട്ടിയാൽ മതി. ഓക്കെ, 109 പ്ലസ് 1 10 അല്ലേ. 110 ആയി അല്ലേ. അപ്പോൾ 110th ടേം ആണ് എന്ത് 1000 എന്ന് പറയാം. അതുപോലെ ഈ 10,000 ഈ സീക്വൻസിലെ ടേം ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എന്താ ടീച്ചർ പറഞ്ഞിരുന്നത്? അതിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക അല്ലേ. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് നമ്മൾ എന്താ കിട്ടിയിട്ടുണ്ട് അല്ലേ ഈ സീക്വൻസിൽ കേട്ടോ. ഇതാണ് നമ്മളെ സീക്വൻസ് 19, 28, 37 അല്ലേ. അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 അല്ലേ. 28 മൈനസ് 19 എന്ന് പറയുമ്പോൾ 9 അല്ലേ. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? നമുക്ക് 9 കിട്ടി. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ടേം എന്തായാലും 19. ആദ്യം നമ്മൾ ഇങ്ങനെ ഇതാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. പിന്നെ ഫസ്റ്റ് ടേം നമുക്ക് എന്താ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താണ് 1000 ടേം ആണോ എന്നല്ല 10,000 അല്ലേ. അല്ല 10,000 അല്ലേ ചോദിച്ചിരിക്കുന്നത്. 10,000. അപ്പോൾ 10,000 ആ തന്നിരിക്കുന്ന നമ്പറിനെ ഫസ്റ്റ് ടേമിനോട് മൈനസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക? ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ അത് ആദ്യം നമുക്ക് മൈനസ് ചെയ്യുക. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 10,000 മൈനസ് 19 ചെയ്താൽ എന്താ 9,981 അല്ലേ. ഇതല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ ഉത്തരത്തിനോട് കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് 9,981 ഡിവൈഡഡ് ബൈ എന്താണ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 അല്ലേ. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1109 അല്ലേ. 1109 എന്ന് കിട്ടും അല്ലേ. ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കി? നമുക്ക് റിമൈൻഡർ 0 കിട്ടും അല്ലേ. ക്വോഷ്യൻ്റ് ആണ് 1109 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എന്താണ് 10,000 എന്ന് പറഞ്ഞ ഈ നമ്പർ എന്താണ് ഈ സീക്വൻസിലുള്ളതാണ് അല്ലേ. ഇനി എത്രാമത്തെ പദമാണെന്നാണ് കണ്ടുകൊണ്ട് എത്രാമത്തെ ടേമാണെന്ന് ചോദിച്ചാൽ എന്താ ഇതിനോടൊരു 1 ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്രാമത്തെ ടേമാണ്? 1109 പ്ലസ് 1 ഇസ് ഈക്വൽ ടു എത്രയാ?
1110 അല്ലേ. 1110th ടേം ആണെന്ത് ഈ 10,000 എന്ന് പറഞ്ഞ ഈ ടേം. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്നതിനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ടേം എഴുതുക. പിന്നെന്താണ് തന്നിരിക്കുന്ന ഏത് ടേമാണ് ഇത് ആദ്യത്തെ ടേം ആണോ എന്ന് ചോദിച്ചാൽ ആ നമ്പറിനെ കൊണ്ട് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തതിന് ശേഷം കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിലെന്താണ് റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ് ആദ്യത്തെ ടേം ആണ് അല്ലേ. റിമൈൻഡർ 0 അല്ല വരുന്നതെങ്കിൽ എന്താണ് ആദ്യത്തെ ടേം അല്ല. ഓക്കെ, എന്നിട്ട് എന്താണ് റിമൈൻഡർ 0 ആണ് വരുന്നത്. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 0 വന്നാൽ എന്താണ് 10,000 ഇന്നത്തെ ടേം, ഈ സീക്വൻസിലെ ടേം ആണ്. ഇനി എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചാലോ കിട്ടിയിരിക്കുന്ന കോഷ്യൻ്റ് ഇല്ലേ, ഈ കോഷ്യൻ്റിനോട് 1 അങ്ങോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 ആഡ് ചെയ്താൽ എന്താണ് ആ ടേം എത്രാമത്തെ ടേം ആണ് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് അല്ലേ. Is 101 a term of the arithmetic sequence 13, 24, 35, etc.? What about 1001? അപ്പോൾ 101 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഈ എന്താണ് ഒരു ടേം ഇന്നത്തെ ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? എന്താണ് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. പിന്നെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേം ഇതിലുണ്ട് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താക്കുക? ഈ തന്നിരിക്കുന്ന ടേം ഏതാണോ ആ ടേമിനെ കൊണ്ട് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു ടേം, ആ ടേമിനെ കൊണ്ട് മൈനസ് ചെയ്തതിന് ശേഷം ഈ കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ ആ ടേം അരിത്മെറ്റിക് സീക്വൻസിലുള്ളതാണ്. 0 അല്ല വരുന്നതെങ്കിൽ എന്താണ് ആ ടേം അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അതുപോലെ എന്താണ് എത്രാമത്തെ ടേം ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ തന്നിരിക്കുന്ന കോഷ്യൻ്റ് ഇല്ലേ, കോഷ്യൻറ്റിനെ കൊണ്ട് ഒരു +1 അല്ലേ, 1 എന്താണ് പ്ലസ് ചെയ്യുക അല്ലേ, 1 കൂട്ടുക. അപ്പോൾ ആ സീക്വൻസിൻ്റെ എത്രാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കും. ദെൻ ഈ 101 എന്താണ് ഈ ഇതിലുള്ള സീക്വൻസ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇതിനകത്ത് എത്രയാണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? എന്താണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ് 24 മൈനസ് 13 അല്ലേ, ഇസ് ഈക്വൽ ടു 24 മൈനസ് 13 എത്രയാണ്? 11 അല്ലേ. ഓക്കെ, 11 ആണ്. ഇനി നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക അല്ലേ. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എത്രയാണ്? 13 തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഈ ടേമിൽ അതാണ് 13 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് 101 ഇന്നത്തെ ടേം ആണോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 101 മൈനസ് ഫസ്റ്റ് ടൈം എത്രയാ? 13 അല്ലേ. എന്നിട്ട് എന്താണ് കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്യുക അല്ലേ, ബൈ കോമൺ ഡിഫറൻസ്. ആദ്യം നമുക്കിത് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ. 101 മൈനസ് 13 എത്രയാണ്? 88 ആണല്ലോ. 88 അല്ലേ. ഓക്കെ, 88 അല്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി 88 മൈനസ് എന്താണ് 88 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ 88 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 11 അല്ലേ. അപ്പോൾ 88 ഡിവൈഡഡ് ബൈ 11 എത്രയാണ്? ഈക്വൽ ടു 8 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ 0 വരുന്നത് അല്ലേ. അപ്പോൾ എന്താ റിമൈൻഡർ 0 വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇന്നത്തെ ടേം ആണ് അല്ലേ. അപ്പോൾ 101 ഈസ് എ term of this arithmetic sequence എഴുതിയാൽ മതി. therefore 101 is a term of this arithmetic sequence നിങ്ങൾ എഴുതൂലേ. ഓക്കെ, ഇനി എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിലോ 8+1 അല്ലേ. ആ ക്വസ്റ്റ്യനെ കൊണ്ട് ഒരു 1 ആഡ് ചെയ്യുക അല്ലേ. 8+1 എത്രയാണ്? 9 അല്ലേ. അപ്പോൾ 9th ടേം ആണ് എന്ത് 101 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇതിനോട് 11 കൂട്ടി പോയിട്ട് 9ാമത്തെ ടേം 101 അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ശരിയാണോ നോക്ക്. ദെൻ അടുത്ത് നോക്കൂ, വാട്ട് അബൌട്ട് 1001 ആദ്യത്തെ ടേം ആണോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്ക് അറിയാം അല്ലേ. കോമൺ ഡിഫറൻസ് എന്താണ്? 24 മൈനസ് 13 എത്രയാണ്? 11 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എന്താണ് 13 അല്ലേ. ഫസ്റ്റ് ടേം 13 കിട്ടി. ഇനി എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? 1001 അല്ലേ. 1001നോട് ഫസ്റ്റ് ടേം നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ 1001 മൈനസ് 13 ഇസ് ഈക്വൽ ടു 1001 13 കുറച്ച് എത്ര കിട്ടി നമുക്ക്? 981 അല്ലേ. 988 അല്ലേ. 988 ആണ് കിട്ടുക അല്ലേ. ഓക്കെ, നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ 988 കിട്ടും. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ 988നോട് ഈ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 988 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കൂ.
അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ 0 ആണ് വരുന്നത്? അല്ല അല്ലേ, 0 അല്ല വരുന്നത്. അപ്പോൾ എന്താണ് ഈ 1001 എന്നുള്ളത് എന്താണ് ഇന്നത്തെ ടേം അല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ 1001 ഈസ് നോട്ട് ദിസ് ടേം ഇൻ ദിസ് സീക്വൻസ് ചെയ്താട്ടോ. ദർഫോർ എന്താണ് 1001 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ് ചെയ്താൽ ദെൻ അത് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ഇൻ ദ ടേബിൾ below, some arithmetic sequences are given and two numbers against each other. Check whether the numbers are terms of the respective sequence. എന്താ ചോദ്യം അറിയാം? ഈ ടേബിൾ തന്നിരിക്കുന്നുണ്ട്, അതിൽ ചിലത് എന്താണ് അരിത്മെറ്റിക് സീക്വൻസും തന്നിട്ടുണ്ട്, 2 നമ്പേഴ്സും തന്നിട്ടുണ്ട് ഓരോന്നിനും അല്ലേ. അപ്പൊ ഈ നമ്പേഴ്സ് ഈ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഈ സീക്വൻസത്തെ ടേം ആണോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേം ആണെങ്കിൽ യെസ് എന്ന് എഴുതുക, ടേം അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. അപ്പൊ ടേം ആണോ ടേം അല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം, ഫസ്റ്റ് ടേം എഴുതുക, പിന്നെ എന്താണ് തന്നിരിക്കുന്ന ആ ടേമിനെ കൊണ്ട് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തതിന് ശേഷം എന്താണ് കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. എന്നിട്ട് എന്താണ് റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ് ആദ്യത്തെ ടേം ആണ്, അല്ലെങ്കിലോ ടേം അല്ല അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ, അതിന്റെ കൂടുതൽ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ. ഇൻ ദ ടേബിൾ എബോവ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ആർ ടേംസ് ഓഫ് ദ റെസ്പെക്റ്റീവ് സീക്വൻസ്. അപ്പോൾ എന്താണ് പൊസിഷൻ, ആ നമ്പറിന്റെ പൊസിഷനും കൂടി ചോദിച്ചിരിക്കുന്നുണ്ട് അല്ലേ. ആ പൊസിഷൻ, ആ ടേംസിന്റെ പൊസിഷൻ ഏതാന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കാം, ഒരു പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൂടി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഈ നമ്പർ ഇല്ലേ, ഇതൊരു സീക്വൻസ് ആണ്, ഇതെന്താണ് നമ്പർ തന്നല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്താണ് 22 മൈനസ് 11 എത്ര? 22 മൈനസ് 11 എത്രയാണ്? 11 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 11 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ കൊണ്ട് ഫസ്റ്റ് മൈനസ് ചെയ്യുക അല്ലേ. അപ്പൊ 123 മൈനസ് എന്താണ് 11 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 112 അല്ലേ. 112 അല്ലേ കിട്ടുക. ഓക്കെ, അപ്പൊ 112 എന്ന് കിട്ടും അല്ലേ. 112 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കൂ. നമുക്ക് എന്താ റിമൈൻഡർ 0 ആണോ വരുന്നത്? അല്ല അല്ലേ, റിമൈൻഡർ 0 അല്ല വരുന്നത്. അപ്പൊ എന്താണ് 123 എന്ന് പറഞ്ഞ നമ്പർ എന്താണ് ഈ സീക്വൻസിൽ ഇല്ല എന്ന് പറയാം അല്ലേ. അപ്പൊ നമുക്ക് എന്താ അവിടെ എഴുതുക? യെസ് ഓർ നോ അല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോ എന്ന് എഴുതുക, നോ എന്ന് എഴുതുക. ദെൻ 132 ഈ സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 132 കോമൺ ഡിഫറൻസ് 11 ആണ് അല്ലേ. അപ്പൊ 132 മൈനസ് 11 ചെയ്യുക. 132 മൈനസ് 11 ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 121 കിട്ടും അല്ലേ. അപ്പൊ 121 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എന്താ 11 അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 121 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ ഓക്കെ 121 ഡിവൈഡഡ് ബൈ 11 എത്ര? 11 അല്ലേ. അപ്പൊ എന്താണ് ഇതിത്തെ റിമൈൻഡർ അപ്പൊ 0 ആണ് അല്ലെ. അപ്പൊ ഇതിത്തെ പൊസിഷനിൽ എന്താണ് ഇത് ഉണ്ട് അല്ലെ, ഈ എന്താണ് ടേം ഉണ്ട് അല്ലെ. അപ്പൊ എത്രാമത്തെ പൊസിഷനാണ്? അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 11 അല്ലേ. അപ്പോൾ അതിനോടൊരു ഒന്നും കൂടി കൂട്ടുക അല്ലെ. 12th പൊസിഷനാണ് അപ്പൊ എന്ത് വരുന്നത്? ഇതിത്തെ ടേം അല്ലെ. 12th പൊസിഷനാണ് എന്ത്? ഈ 132 എന്ന് പറഞ്ഞ ഈ ടേം അല്ലെ. നെക്സ്റ്റ് എന്താണ്? 12, 23, 34 എക്സെട്ര അല്ലെ. അപ്പൊ ഇന്നത്തെ കോമൺ ഡിഫറൻസ് എന്താണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്? 23 ആദ്യം കോമൺ ഡിഫറൻസ് കാണാം അല്ലെ. അപ്പൊ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? 23 മൈനസ് 12 അല്ലെ. അപ്പൊ 23 മൈനസ് 12 എത്രയാണ്? 23 മൈനസ് 12 ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? 23 മൈനസ് 12 അല്ലെ. അപ്പൊ എത്ര കിട്ടുക നമുക്ക് കോമൺ ഡിഫറൻസ്? 11 തന്നെ അല്ലെ. ഓക്കെ, 11. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണ്? 11 കിട്ടി. ഓക്കെ, ദെൻ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഈ 100 എന്ന് പറഞ്ഞ ഈ നമ്പർ ഇതിലുള്ളതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് 100 മൈനസ് എന്താണ്? 100 മൈനസ് ഫസ്റ്റ് ടേം എഴുതുക അല്ലെ. അപ്പൊ എന്താണ് 100 മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 12 അല്ലെ. അപ്പൊ ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? 88 അല്ലെ. 88 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 11 അല്ലേ. 88 ഡിവൈഡഡ് ബൈ 11 എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പൊ ഇന്നത്തെ പൊസിഷൻ എന്താ ടേം ഉണ്ട് എന്ന് പറഞ്ഞു ചെയ്തല്ലേ. യെസ്. ഓക്കെ, ഇനി എന്താ എത്രാമത്തെ ടേം ആണ്? നമുക്ക് ആൻസർ ഇട്ടിരിക്കുന്ന 8 അല്ലേ. അപ്പൊ 9th പൊസിഷൻ അല്ലേ. എത്രാമത്തെ പൊസിഷനാന്ന് ചോദിച്ചാൽ 9th പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ അടുത്തത്?
1000 ഇതിത്തെ ടേം ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് 1000 മൈനസ് എന്താ ഫസ്റ്റ് ടേം അല്ലേ. അപ്പൊ 1000 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എത്രയാണ്? ഫസ്റ്റ് ടേം എന്താണ് 1012 അല്ലേ. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 988 എന്ന് കിട്ടും അല്ലേ. അപ്പൊ 988 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? റിമൈൻഡർ 0 ആണോ കിട്ടുന്നത്? അല്ല അല്ലേ. അപ്പൊ റിമൈൻഡർ 0 അല്ലെങ്കിൽ എന്താണ് ഇതിൽ ടേം അല്ല അല്ലേ. ഓക്കെ, അപ്പം നോ എന്ന് എഴുതുക. ദെൻ അടുത്തത് എന്താണ്? ഇനി നോക്കൂ. അപ്പോൾ ടേം ഇല്ലെങ്കിൽ എന്താണ്? പൊസിഷൻ എഴുതണ്ട അല്ലേ. ദെൻ അടുത്തത് എന്താണ്? 21, 32, 43 എക്സെട്ര അല്ലേ. അതിൽ 100th ടേം അല്ല 100 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഈ സീക്വൻസിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് ചെയ്താൽ അല്ലേ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? 32 മൈനസ് 21. 32 മൈനസ് 21 എത്രയാണ്? 32 മൈനസ് 21 is equal to 11 തന്നെ അല്ലേ. ഇവിടെ എന്താണ്? 11 തന്നെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇനി എന്താണ്? 100 ഇതിത്തെ ടേം ആണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100 മൈനസ് ഫസ്റ്റ് ടേം എന്താ? 21 അല്ലേ ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുക? 79 എന്നാണ് കിട്ടുക അല്ലേ. 79 ഓക്കെ 79 കിട്ടും അല്ലേ. 79 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കൂ. റിമൈൻഡർ 0 ആണോ കിട്ടുന്നത്? അല്ല അല്ലേ. റിമൈൻഡർ 0 അല്ല. അതുകൊണ്ട് എന്താ ഇതിത്തെ പൊസിഷൻ അല്ല എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം അല്ലേ. നോ എന്ന് എഴുതാം. ഓക്കെ, പൊസിഷൻ അല്ല ടേം ഇല്ലെങ്കിൽ എന്താ? പൊസിഷനും ഇല്ല അല്ലേ. ഓക്കെ, ദെൻ ഈ 10,000 അല്ലേ. 1000 ഇതിത്തെ ടേം ആണോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1000 മൈനസ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം എത്ര? 21 അല്ലേ. എന്നിട്ട് എന്താക്കുക? നമുക്ക് എന്താണ് 11നോട് ഡിവൈഡ് ചെയ്ത് നോക്കുക അല്ലേ. കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൻസർ കിട്ടും അല്ലേ. 89 എന്ന് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? ടേം ആണ്. എന്ത് ഈ 1000 എന്ന് പറഞ്ഞത് ഈ സീക്വൻസിൻ്റെ ടേം ആണ് അല്ലേ. അപ്പോൾ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി എന്താ നമുക്ക് ഇത് എത്രാമത്തെ പൊസിഷനാണെന്ന് എഴുതണ്ടേ? യെസ് ആണെങ്കിൽ എത്രാമത്തെ പൊസിഷനാണെന്ന് എഴുതുമാണ് അല്ലേ. അപ്പം നമുക്ക് എത്രാമത്തെ പൊസിഷനാണ്? നമുക്ക് ആൻസർ കിട്ടിയത് എത്രയാണ്? 89 ആണ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലേ. 89നോട് ഒന്നും കൂടി കൂട്ടിയാൽ എന്താ? 90 എന്ന് എഴുതുക. അപ്പം 19th ഇതാണ് എന്താക്കുന്നത് കിട്ടുന്നത് അല്ലേ. ദെൻ അടുത്ത എന്താന്ന് നോക്കിയേ. ദെൻ നെക്സ്റ്റ് എന്താണ്? അടുത്ത സീക്വൻസ് ഇതാണ് അല്ലേ. 1/4, 1/2, 3/4 എക്സെട്ര അല്ലേ. ഈ 3 ഇതിത്തെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് ആദ്യം എഴുതാം അല്ലേ. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ. അപ്പം എന്താണ്? ഹാഫ് മൈനസ് 1/4 അല്ലേ. അപ്പം കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഹാഫിന്ന് എന്താണ്? ക്വാർട്ടർ കുറച്ചാൽ എത്രയാണ്? അരയിന്ന് കാല് കുറച്ചാൽ എത്രയാ? കാല് തന്നെ അല്ലേ. അപ്പോൾ 1/4 അല്ലേ. ദെൻ ഇനി എന്താണ്? 3 ഇതിത്തെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നോക്കൂ, 3 ഇതിത്തെ ടേം ആണെന്ന് അറിയാം. ആ ടേമിനെ കൊണ്ട് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക അല്ലേ. 3 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 3/4 അല്ലേ. 2 3/4 ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 3/4 ഡിവൈഡഡ് ബൈ 1/4. നമുക്ക് ലോജിക്കായിട്ട് കുറച്ചൊക്കെ ചിന്തിക്കണം കേട്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മറ്റേ ബട്ടർഫ്ലൈ മെത്തേഡും ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 3 1/4 ഡിവൈഡഡ് ബൈ എന്താണ് 1/4 എത്രയാണ് നമുക്ക് കിട്ടുക? അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്താ? 0 വരുന്നുണ്ട് അല്ലേ. കോഷ്യന്റ് 11 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഉണ്ട് എന്ന് എഴുതാം അല്ലേ. യെസ് അല്ലേ. ഇത് ടേം ആണ് അല്ലേ. അപ്പോൾ പൊസിഷനെ നമുക്ക് എന്താക്കുക? കോഷ്യന്റ് എത്ര കിട്ടിയിരിക്കുന്നത്? അതിനോട് 1 അങ്ങോട്ട് ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 11 + 1 എത്രയാണ്? 12. ഓക്കെ, അപ്പോൾ 12th പൊസിഷനാണ് എന്ത്? ഈ 3 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 4 ഇതിലുള്ള പൊസിഷൻ എന്താണ്? ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 4 മൈനസ് 1/4 ചെയ്ത് നോക്കുക. 4 മൈനസ് 1/4 എന്താണ്? 3 1/4 3 3/4 അല്ലേ. 3/4 അല്ലേ. 4ന് കാല് കുറച്ച് എത്ര? 3/4 അല്ലേ. അല്ലെങ്കിൽ ബട്ടർഫ്ലൈ മെത്തേഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 4ന് 1/4 കുറച്ച് എന്താണ്? 3/4 എന്ന് വരും അല്ലേ. അപ്പോൾ 3/4 ഡിവൈഡഡ് ബൈ 1/4 ചെയ്യാം അല്ലേ. അപ്പോൾ 3/4 ഡിവൈഡഡ് ബൈ 3 എന്താണ്? 3 3/4 ഡിവൈഡഡ് ബൈ എത്രയാണ്? 1/4 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് റിമൈൻഡർ 0 വരുന്നുണ്ട് അല്ലേ. 15 കിട്ടൂല്ലേ. അപ്പം എന്താണ്? 4ഉം ഇതിത്തെ ടേം ആണ് അല്ലേ. യെസ്. അപ്പോൾ എത്രാമത്തെ ടേം ആണ്? കിട്ടിയിരിക്കുന്ന കോഷ്യനോട് 1 ആഡ് ചെയ്യുക അല്ലേ. പൊസിഷൻ എത്രാമത്താണ്? പൊസിഷൻ കാണണമെങ്കിൽ എന്താ? 15നോട് 1 ആഡ് ചെയ്യുക. അപ്പോൾ 16th ടേം ആണ് എന്ത് വരുന്നത്? ഈ 4 എന്ന് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? 3/4 1.5 2 1/4 എക്സെട്ര അല്ലേ. അപ്പോൾ ഈ 3 എന്നുള്ളത് ഇതിത്തെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിത്തെ കോമൺ ഡിഫറൻസ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1.5 3/4 കുറച്ചാൽ എത്രയാണ്? 1.5 ഡിവൈഡഡ് ബൈ 3/4 എത്രയാ? 3/4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? ഇവിടെ 3/4 എഴുതാം.
ഓക്കെ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താണ് 3 ഇതിലത്തെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3 ഇതിലത്തെ ടേം ആണോ എന്ന് അറിയണമെങ്കിൽ എന്താണ്, ആദ്യം തന്നിരിക്കുന്ന നമ്പറിനെ കൊണ്ട് ഫസ്റ്റ് ടേം ആദ്യം മൈനസ് ചെയ്യുക അല്ലേ. അപ്പം 3നെ കൊണ്ട് 3/4 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് 2 1/4 എന്ന് കിട്ടും അല്ലേ. 3ന്ന് മുക്കാൽ കുറച്ച് എത്ര? 2.25 ഇനി 2.25 ഡിവൈഡഡ് ബൈ എന്താണ് 3/4 ചെയ്യുക അല്ലേ. അപ്പോൾ 2.25 ഡിവൈഡഡ് ബൈ 3/4 എന്ന് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് എന്താണ് റെസിപ്രോക്കൽ മെത്തേഡൊക്കെ ചെയ്യുക അല്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താണ് 2.25 അല്ലേ. 2.25 മുക്കാൽ ഡിവൈഡ് ചെയ്താൽ 3/4 1.5 2.25 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നുണ്ട്? റിമൈൻഡർ എന്താണ് 0 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇത് ഈ ടേം ഇതിലുള്ളതാണെന്ന് നമുക്ക് പറയാം അല്ലേ. എത്രാമത്തെ ടേമാണ് നമുക്ക് കിട്ടുന്നത്? 3 അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനോട് ഒന്നും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 4ാമത്തെ ടേം അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ 4th പൊസിഷൻ ഏതാണ്? 4th അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് 4 ഇതിലത്തെ ടേം ആണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4 നമ്മൾ മുക്കാൽ കുറച്ചാൽ എന്താ കിട്ടുക? 3.25 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 3 1/4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 3 1/4 എന്ന് കിട്ടിയാൽ എന്താണ് 3 1/4 ഡിവൈഡഡ് ബൈ എന്താണ് 3/4 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ 0 ആണ് വരുന്നത്. ചെയ്ത് നോക്കൂ. റിമൈൻഡർ 0 അല്ല വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം അവിടെ നോ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ എന്താണ് പൊസിഷൻ ഇല്ല അല്ലേ. ഇല്ലെങ്കിൽ പൊസിഷൻ ഇല്ല. ഓക്കെ. ദെൻ അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഈ ചോദ്യം 3ാമത്തെ ചോദ്യം എന്താണ്? ഏതാ പൊസിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ആ പൊസിഷനാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത് ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ. ദെൻ അടുത്തത് എന്താ?